ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ബെന്നിന്റെ ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. ആരാണ് ഈ ജോ? എങ്ങനെയാണ് അവനെ പരിചയം? പെട്ടെന്ന് അവൻ മുറിയിലേക്ക് പോയി. ഓഫീസ് ടേബിളിന്റെ മുകളിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൻ വേഗം വാതിലടച്ചു കുറ്റിയിട്ടു. ആരാണ് ചമേലി നിന്റെ ജീവിതത്തിലേക്ക് വന്നത്? എന്നെ പൂർണ്ണമായി മറന്നുപോയോ നീ? അതുകൊണ്ടാണോ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതിരുന്നത്? എല്ലാം കഴിഞ്ഞ് എൻ്റെ അരികിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ നീ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത്രമാത്രം എന്നെ വെറുത്തുപോയോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ബെൻ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഫയലുകൾ കണ്ടത്. ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകളാണ് ഇങ്ങനെ നിരത്തിട്ടിരിക്കുന്നത്. താൻ പോയപ്പോ മുറി അടയ്ക്കാതെയാണ് പോയത്. അവള് മുറിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവൻ ആ ഫോട്ടോ കണ്ടത്. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി. ആ ഫോട്ടോയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് സമാധാനം തോന്നി. അവളുടെ അടുത്ത് ചെന്ന് 2 എണ്ണം പറയാനാണ് ആദ്യം തോന്നിയത്. പിന്നെ ഗർഭിണിയാണല്ലോ എന്ന് വിചാരിച്ചപ്പോ പോട്ടെ എന്ന് വെച്ചു. അവൻ ഫയലുകൾ ഓരോന്നായി അടുക്കി വെച്ചു. മനസ്സിൽ മുഴുവൻ ആ പേരാണ്, ജോ. അവൻ വേഗം ബാംഗ്ലൂരുള്ള തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചമേലിയുടെ കമ്പനിയിൽ ജോ എന്നൊരു സ്റ്റാഫ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അയാൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ബെൻ കാത്തിരിക്കുകയായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞാണ് അവൻ വിളിച്ചത്. ഹലോ, പറയടാ. ആ ഓഫീസില് അങ്ങനെ ഒരു ജോലിക്കാരനില്ല. പക്ഷേ ആ കമ്പനി ഒരു ജോയിയുടെ തന്നെയാണ്. ആള് ഒരു മലയാളിയാണ്. ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ചമേലിയും അദ്ദേഹവും ഇഷ്ടത്തിലാണെന്ന് കേൾക്കുന്നു. ബാക്കി കേൾക്കുവാനുള്ള ക്ഷമ അവനുണ്ടായിരുന്നില്ല. ഓഫീസിൽ വിളിച്ച് അവൻ ചമേലിയുടെ നമ്പർ വാങ്ങി. ആ നമ്പറിലേക്ക് അവൻ വിളിച്ചു. ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. തുടരെ അവൻ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചമേലി തിരിച്ചു വിളിച്ചു. ഹലോ, ആരാണ്? എന്തിനാണ് എന്നിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഇത് ഞാനാണ്, ബെൻ. എന്താ കാര്യം ബെൻ? ഇത്ര സമയം നീ ആരെയാ വിളിച്ചുകൊണ്ടിരുന്നത്? അത് നിന്നെ ബോധിപ്പിക്കാൻ നീ എൻ്റെ ആരാണ്? ഓ, ഞാൻ ആരുമല്ല, സമ്മതിച്ചു. എന്നാലും ഒന്ന് പറഞ്ഞുകൂടെ? അവനാണോ ആ ജോ? അതെ, എൻ്റെ ജോയായിരുന്നു. തുടർച്ചയായി കോള് വന്നപ്പോ ആരോ അത്യാവശ്യക്കാരാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് തിരിച്ചു വിളിച്ചത്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ വെച്ചോട്ടെ. അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ജോയുടെ നമ്പറിലേക്ക് വിളിച്ചു. പറയ് ജോ. എന്താ നിന്റെ വാക്കുകൾക്കൊരു മൂർച്ച? എന്തു പറ്റിയടാ? നീ അവിടെ കംഫർട്ട് അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ. നിന്റെ ശബ്ദം ഒന്ന് മാറിയാൽ പോലും എനിക്കത് ഫീൽ ചെയ്യും. എനിക്ക് മനസ്സിലാവും പെണ്ണെ. അതുകൊണ്ട് എൻ്റെ കുട്ടി കാര്യം പറയ്. അത് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരാൾ ഇപ്പോൾ ഫോണിൽ വിളിച്ചു. പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അല്ല, എന്താ വരുമ്പോ നിനക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്? എന്തു ചോദിച്ചാലും തരുമോ? വാക്ക് പറഞ്ഞാ അത് വാക്കാവണം. പറ്റുമോ? പറയ്, നോക്കട്ടെ. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാലേ ഫോൺ സ്പീക്കറിലിട്ട് മാറ്റിവെക്ക്. കൈകൾ രണ്ടും തുറന്നു പിടിക്ക്. കണ്ണുകൾ അടയ്ക്ക്. അവൻ ഫോണിൽ ഒരു പാട്ട് വെച്ചു. ചമേലി അതിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അതിലെ ഓരോ വരിയും അവൾ അത്ര ഫീലോടെ കേട്ടു. അവൻ വീണ്ടും പറയാൻ തുടങ്ങി. കൈകൾ പതിയെ ചുരുട്ടിപ്പിടിച്ചേ, ഒരു പാത്രം പോലെ. ഇനി കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിന്റെ ഹൃദയത്തില്
എത്രമാത്രം സ്നേഹമുണ്ടോ അതിൻ്റെ 90% എടുക്കണം. എന്നിട്ട് അതാ കൈകളിലേക്ക് മെല്ലെ കൊണ്ടുവരണം. കയ്യിൽ നിന്ന് ചോർന്നു പോവാതെ അത് കൈക്കുള്ളിൽ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ടാവും. അത് പതിയെ ഒരു ചില്ല് പാത്രത്തിലാക്കി എനിക്ക് കൊണ്ടുവരണം. ശരിക്കും പെണ്ണെ, അതെത്ര മൂല്യമുള്ളതായിരിക്കുമെന്ന് നിനക്കറിയോ? ചമേലി പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരിക്കുകയാണ്. ജോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ എന്നെ ഇത്ര സ്നേഹിക്കുന്നേ? എന്ത് കണ്ടിട്ടാ ജോ? ഞാനൊരു വട്ടപ്പൂജയല്ലേ? ചമേലി, എനിക്ക് നീ എത്ര വിലയിട്ടിട്ടുണ്ട്? അത് എനിക്ക് പറയാനും ജോയ്ക്ക് സങ്കല്പിക്കാനും കഴിയാത്ത അത്ര വില. എങ്കിലേ എൻ്റെ വിലയുടെ വലത്തുവശത്ത് നിന്നെ ഞാൻ ചേർത്ത് നിർത്തി എൻ്റെ വില പിന്നെയും കൂട്ടി. നിന്റെയും. ചമേലി നിറഞ്ഞു വന്ന തൻ്റെ കണ്ണുകൾ തുടച്ചു. വാക്കുകൾ പതറുമെന്നതിനാൽ അവൾ മൗനം പാലിച്ചു. എന്തിനാ നീ കരയുന്നേ? നിന്റെ ചിരിക്കുന്ന മുഖമാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. എന്നെ വേദനിപ്പിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ആയിക്കോളൂ ചമേലി, എനിക്ക് പരാതിയില്ല. അത് നിന്റെ ഇഷ്ടം. ജോ, ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. അതിന് നിന്നെ സങ്കടപ്പെടുത്താനുള്ള കഴിവില്ല. നിന്നെ തലോടാൻ മാത്രമേ സാധിക്കൂ. ചമേലി, ഓരോ സെക്കൻഡ് ഞാൻ നിന്റെ വില മനസ്സിലാക്കുന്നുണ്ട്. അറിയാതെ എൻ്റെ കണ്ണ് നിന്റെ കസേരയിലേക്ക് നീളും. പിന്നെ ആകപ്പാട് ഒരു പിടച്ചിലാണ്. ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടും. നിന്റെ ശബ്ദം കേൾക്കാൻ ഒരു കൊതി. എൻ്റെ ഫീലിങ്സ് ഞാൻ പറത്തി വിടട്ടെ? വേണ്ട വേണ്ട, ഇപ്പോ അത് ഞാൻ താങ്ങൂല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വരുന്നോ? ഒന്ന് കറങ്ങി വരാം? ചമേലി ചോദിച്ചു. എൻ്റെ സാമീപ്യം നീ അത്രമാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു വില കൊടുത്തും ഞാൻ അവിടെ വരും. എൻ്റെ പൊന്നോ, ഞാനൊരു തമാശ ചോദിച്ചതാണേ. ഞാൻ ഈ നാട്ടുകാരിയേ അല്ല കേട്ടോ. എനിക്കറിയാം അവിടുത്തെ അവസ്ഥ. വല്ലാണ്ട് സങ്കല്പിച്ചു പോയല്ലോ. ചമേലി, താങ്ക് യു. നീ എന്നെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിന്റെ ആ കുഞ്ഞു ചെവിയോട് ഒരു സ്വകാര്യം പറയാനുണ്ട്. ഫോൺ ചെവിയോട് ചേർത്ത് പിടിക്കേ. നീ കേൾക്കണോട്ടോ? അവൾ പതിയെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. മേലാകെ കുളിര് കോരണ ഫീൽ. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചെമ്പട്ടണിഞ്ഞു. കുറച്ച് സമയത്തേക്ക് ചമേലി ഒന്നും മിണ്ടിയില്ല. നീ അവിടെ ഇല്ലേ ചമേലി? എന്താ ഒന്നും മിണ്ടാത്തത്? എവിടെയോ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്? ചമേലി അവളുടെ ചമ്മൽ ഒളിപ്പിച്ചുകൊണ്ട് അവനോട് വീണ്ടും പറഞ്ഞു. എനിക്ക് കറങ്ങാൻ പോണം, അതും ബൈക്കില്. ഇപ്പൊ പോണം, പറ്റുമോ? പിന്നെന്താ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഒന്ന് ഡ്രസ് ചെയ്തിട്ട് ഓടി വരാം. നീയും റെഡിയാവ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരേ കളറിലുള്ള ഡ്രസ് ധരിച്ചാലോ? ഞാനൊരു റെഡ് ടീഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് ധരിക്കുന്നത്. നിനക്ക് ആ കളറിലുള്ള ഡ്രസ് ഉണ്ടോ കയ്യില്? ഉണ്ടല്ലോ, എൻ്റെ കയ്യില് ഒരു ബ്ലാക്ക് സ്കേർട്ട് പിന്നെ ഒരു റെഡ് കളർ ടോപ്പും ഉണ്ട്. അപ്പോ പെട്ടെന്ന് റെഡിയായി വാ. അപ്പോഴാണ് അപ്പുറത്തു നിന്ന് സോഫിയ വന്നത്. എവിടെ പോവാ, അതും ഈ സമയത്ത്? എൻ്റെ പൊന്നോ, ഞാനെങ്ങും പോകുന്നില്ല, ഫോണിൽ പറഞ്ഞതാണ്. അത് പിന്നെ വേറെ ഒരാളുടെ കാര്യം പറഞ്ഞതാ. നിന്നോടാരാണ് ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞേ? അയ്യടാ, ഒളിഞ്ഞു നോക്കാൻ പറ്റിയൊരു സാധനം. അതിന് റൊമാൻസ് എന്താണെന്നറിയാമോ? നേരെ ചുവ ഒന്ന് പ്രേമിക്കാൻ അറിയാമോ? ഞങ്ങളെ കണ്ടു പഠിച്ചേ. ജോ അത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ഒരു നാണം തോന്നി. അവൾ എന്താ പറയുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു. ഓഹോ, അപ്പടിയാ. എനിക്ക് മലയാളം അറിയില്ല എന്ന് തോന്നുന്നു. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മലയാളം നന്നായി അറിയാമെന്നാ.
കാരണം അവൾ പറഞ്ഞതും ഞാൻ കേട്ടതും മറ്റെന്തോ ആണ്. പാവം, ഞാൻ മാതൃഭാഷ ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. മലയാളം കുറച്ച് കുറച്ച് അറിയാം എന്ന് പറയുന്ന കുട്ടികളെ പോലെ ആയോ ആവോ. കേട്ടെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചേ? അത് പിന്നെ നിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോ അതൊരു സുഖല്ലേ? അതങ്ങനെ ആ ഭാഗ്യമൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. അങ്ങോട്ട് സഹിച്ചോ. നമുക്ക് പോകാം. താഴെ ഒരു ബുള്ളറ്റ് ഉണ്ട്, അതിൽ പോയാലോ? അവൾക്ക് പെട്ടെന്ന് ബെന്നിന് ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ അല്പസമയം അവൾ ഒന്നും മിണ്ടിയില്ല. വേഗം വാ, മഴ വരുന്നതിന് മുമ്പ് പോകാം. നനയാൻ എനിക്ക് വിരോധമൊന്നുമില്ല. നല്ല രസമായിരിക്കും മഴ നനഞ്ഞ് ബൈക്കിൽ പോകുന്നത്. പിന്നെ കാണുന്നവര് നമുക്ക് ഭ്രാന്താണെന്ന് പറയും. അതൊന്നും എനിക്കൊരു വിഷയമല്ലെന്നേ. പിന്നെ എനിക്കാണോ വിഷയം? നമ്മളെ കാണുന്നവരുടെ കണ്ണിലൂടെ നമുക്ക് ജീവിക്കേണ്ട ജോ. നമുക്ക് നമ്മുടെ കണ്ണിലൂടെ ജീവിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നമുക്ക് തിരികെ കിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ദാ ഞാൻ വന്നു. എന്റെ തോളിൽ പിടിച്ച് കയറിക്കോ. ആഹാ, ഞാൻ കയറി. വിട്ടോ. ദാ മഴ പെയ്യാൻ തുടങ്ങി. അടിപൊളിയല്ലേ? എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്? നിനക്കിഷ്ടമുള്ള എവിടേക്കും. നിനക്കിഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടതാണ്. നിനക്ക് വയലും പുഴയും തോടും ഒക്കെയല്ലേ ഇഷ്ടം? ഒരു കാര്യം ചെയ്യാം. ഏറ്റുമാനൂരിൽ നിന്ന് തണ്ണീർമുക്കം ബൺ റോഡിലോട്ട് പോകാം. അതായത് ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കുമൊക്കെ പോകുന്ന വഴിയാണ്. എന്ത് രസമാണെന്നറിയോ? നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇടയ്ക്ക് നിനക്കിഷ്ടപ്പെട്ട ആ മുളക് വട അതും വാങ്ങിത്തരാം. നല്ല സൂപ്പർ ചായ കിട്ടുന്ന ഒരു തട്ടുകടയുണ്ട്. അവിടുന്ന് നമുക്ക് ചായയും കുടിക്കാം. ആഹാ, പൊളിച്ചു. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണോ? എനിക്ക് 5-6 പേരുണ്ടല്ലോ, അതുകൊണ്ട് ഓർത്തിരിക്കാൻ വലിയ പാടാന്നേ. അത് നിന്റെ ഇഷ്ടങ്ങൾ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോ നിന്റെ അത് തന്നെയാണല്ലേ? തമാശിച്ചതാണോ മോൻ? എനിക്ക് ചിരി വന്നില്ല. ഇങ്ങോട്ട് ചേർന്നിരിക്കേ, ഞാൻ ഒരു ഇക്കിളിട്ടങ്ങ് തരാം. നോക്കിക്കേ ജോ, എന്ത് രസാണ് കാണാൻ. നമുക്ക് അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്നാലോ? നല്ല കാറ്റല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി ജോ. കുറച്ചു നേരം അതിലൂടെ നടക്കാം. ആ പാടവരമ്പിലൂടെ നടക്കാം. പക്ഷേ സൂക്ഷിച്ച് നടക്കണം. ആ പാടത്തുകൂടി നടക്കുമ്പോ നീ ആ ചെടിയിലേക്ക് വീണാൽ എന്ത് രസമായിരിക്കും അല്ലേ? ഞാൻ കൂടെ ചാടും. നമ്മൾ 2 പേരും ചെളിയിൽ പുരണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും എന്തോ. ഏതോ അന്യഗ്രഹ ജീവികൾ വരുന്നു എന്ന് പറഞ്ഞ് അവര് പേടിച്ചോടും. എന്റെ പൊന്നു ജോ, വല്ലാതെ ചളി അടിക്കല്ലേ. ഓഫീസിൽ എല്ലാവരെയും വിറപ്പിക്കുന്ന മനുഷ്യനാണ് ഇമ്മാതിരി ചളി അടിക്കുന്നത്. നമുക്ക് ഒരു സെൽഫി എടുക്കാം. എനിക്ക് ആ വയറിന്റെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി വേണം, ചമേലി പറഞ്ഞു. അതിനെന്താ പെണ്ണേ, ഞാൻ എടുത്തു തരാലോ. ഒന്ന് ചിരിക്കടി പെണ്ണേ. ഈ മതിയോ? എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി പോയാലോ? ശരി, നമുക്ക് പോകാം. പതിയെ പോയാ മതി. ഇത്ര സ്പീഡ് എന്തിനാ? ശരി ശരി ശരി, സമ്മതിച്ചു. ഡാ, അതാ ഞാൻ പറഞ്ഞ കട. നല്ല സൂപ്പർ ചായയാണ്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള മുളക് വട അത് ഇങ്ങോട്ട് മാത്രമേ കിട്ടൂ. കൊതി തീരുവോളം വാങ്ങിച്ചോ കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നോ? പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഏലക്ക, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരെണ്ണം കൂടി വേണോ? വാങ്ങിച്ചോ, ഞാനൊന്നും വിചാരിക്കില്ല. വേണം. ഞാൻ വാങ്ങി വരാം. പതിയെ ആസ്വദിച്ച് കുടിച്ചാൽ മതി.